ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ മസാല ചായയുമായിട്ടാണ്. എന്നും നമ്മൾ ചായ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ടൊരു ചായപാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 240 ml കപ്പിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. 2 ഗ്രാമ്പു ഇടാം. ഒരു ചെറിയ പീസ് പട്ട, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും ഏലക്കായും ചതച്ചതിന് ശേഷം ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് 1 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി ചേർക്കാം. തേയിലയുടെ കളറെല്ലാം ഇറങ്ങി വരുന്നത് വരെ ഇത് തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1:1 എന്ന റേഷ്യോയിലാണ്. പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അളവിലെടുക്കുമ്പോൾ 3 കപ്പ് ചായയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേഗം തന്നെ അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ മാറിപ്പോകും. ഇനി നമുക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ മസാല ചായ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിച്ചാൽ വീണ്ടും വീണ്ടും ഇതേപോലെ ഉണ്ടാക്കാൻ തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.